പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് ജയിലാകാതെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഗോവിന്ദനൊക്കെ അറിയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ നന്ദുവിനോട് പറയുവാണ്, അനന്തപുരിയിലെ മൂർത്തി സാർ എന്ന് പറഞ്ഞാൽ തീരെ നിസാരനായ ഒരാളല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ. അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല അങ്ങ് ഗൾഫിലും പിടിയുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നയനയും ദേവയാനിയും കൂടെ വരുമ്പോൾ ഭയങ്കര വിഷമത്തോടെ അഭി ചോദിക്കുവാണ്, എന്തായി അമ്മായി, ആദർശേനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, രക്ഷപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഒരു വിവരവും കിട്ടിയില്ല, ഉടനെ ഒന്നും ജയിലിൽ നിന്ന് വരുമെന്നും തോന്നുന്നില്ല എന്നിങ്ങനെ വിഷമത്തോടെ പറയുന്ന പോലെ പറയുവാട്ടോ. അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ അഭി ഇങ്ങനെ ജലജല മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ആരും കാണാതെ. പക്ഷേ ഇതെല്ലാം നയനയും ദേവയാനിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേവയാനി റൂമിൽ വന്നിട്ട് ആദർശിനെ വിളിക്കുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്നെ മാനസികമായിട്ട് തളർത്താനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഞാൻ തളർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിസിനസ് പോലെ നാട്ടിലെ ബിസിനസ്സും തകരുമെന്ന് അവർ കരുതി. അതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നൊക്കെ ദേവയാനിയോട് പറയുന്നു. അന്നേരം ദേവയാനിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു പോലെ നിൽക്കുന്ന നമ്മുടെ മുത്തശ്ശിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.